ഈ ചരിത്ര ഫിഗേഴ്സിന് മേൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് പുരാണങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും പുഷ്പകവിമാനം റിയാലിറ്റി അല്ല. ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്. നീ ഇന്ത്യയും ഓടിയുമായിരിക്കും. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കണം. ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്. നീ ഇന്ത്യയും ഓടിയുമായിരിക്കും. മല എടുത്തോണ്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു സംശയം എനിക്ക് പറയുന്നതിൽ പ്രശ്നമല്ല. രാവണന് 10 തലയും ഇല്ല. ഒരു കാലഗണന കാണും. ഇന്നത്തെ കലണ്ടർ അല്ല അന്നത്തെ കലണ്ടർ. അന്നും ഇന്നും എന്നും കലണ്ടർ മനോരമ തന്നെ. സംശയം ചോദിച്ചോട്ടെ, ഇത് കാണുന്ന പ്രേക്ഷക സംശയം ഉണ്ടാവാൻ വേണ്ടിയാ. എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നുമില്ലാതെ രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുണ്ടാവുക? ചരിത്രം രാവണൻ തട്ടിക്കൊണ്ട് രാവണൻ കുതിരപ്പുറത്ത് കൊണ്ടുപോയതായിരിക്കും. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. രാവണന് വളരെ വേഗതയോടെ ലങ്കയിലേക്ക് അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്. ആഞ്ജനേയ സ്വാമി 40 കിലോമീറ്റർ ബോട്ടില. ഞാനത്ര ചീപ്പല്ല. ലങ്കയിൽ 40 കിലോമീറ്റർ. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. 40 കിലോമീറ്ററേ ഉള്ളൂ. ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. യമൻ അന്നേ ഉള്ളതാണ്. അതാണ് ചോദ്യം. അല്ലല്ല, അവിടെയാണ് പ്രശ്നം. യമൻ ഉപയോഗിച്ചിരുന്നാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. അവിടെയാണ് പ്രശ്നം. ഈ ലങ്ക എന്ന് പറയുന്ന സ്ഥലവും ഇന്ത്യയും തമ്മിൽ 40 കിലോമീറ്ററേ ദൂരമുള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ഒരു കുതിര അയോധ്യയിൽ നിന്ന് ഈ പറയുന്ന അയോധ്യയിലല്ലോ. എവിടെയാണ്? അയോധ്യയിൽ നിന്നാണോ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്? എവിടെ? സ്ഥലം എവിടെയാ? ഏകദേശം ഇന്നത്തെ കർണാടകം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് അവർ വന്ന് താമസിച്ചത്. കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. ഈ ചരിത്രത്തിന്റെ ആലങ്കാരികതയെ മുൻനിർത്തി